മനസാക്ഷിയെ ഞെട്ടിച്ച കാട്ടാക്കട ആദിശേഖർ കൊലക്കേസിൽ പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം. 15-കാരനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെങ്കിലും ശിക്ഷയിൽ തൃപ്തരെന്ന് ആദിശേഖറിന്റെ കുടുംബം പ്രതികരിച്ചു. പതിനഞ്ച് വയസ്സ് മാത്രമുള്ളൊരു കുരുന്നിനെ വാഹനം കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ പ്രതിയെയാണ് ജഡ്ജി കെ വിഷ്ണു ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 10 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. രാവിലെ കേസ് പരിഗണിച്ച കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് 12:30-യോടെ ശിക്ഷ വിധിച്ചത്. 30 സാക്ഷികളെ വിസ്തരിച്ച കോടതി 43 രേഖകളും 11 തൊണ്ടിമുതലുകളും പരിശോധിച്ചു. കൊലപാതകം നടന്ന സ്ഥലത്തുനിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളും ആദിശേഖരനോടൊപ്പം ഫുട്ബോൾ കളിച്ച കൂട്ടുകാരുടെ മൊഴികളും നിർണായകമായി. CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് നിർണായകമായിട്ടുള്ളത്. പിന്നെ കൂടെ ആദിശേഖരനോടൊപ്പം ഫുട്ബോൾ കളിച്ച കുട്ടികൾ 3 കുട്ടികളും കൂടി മൊഴി കൊടുത്തിരുന്നു. അത് വളരെ നിർണായകമായിട്ടുള്ള തെളിവുകളായിട്ട് വന്നു. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും പ്രോസിക്യൂഷനുമായി ആലോചിച്ച് നിയമ നടപടി തീരുമാനിക്കുമെന്നും ആദിശേഖരന്റെ പിതാവും അധ്യാപകനുമായ അരുൺകുമാർ പ്രതികരിച്ചു. ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പിന്നെ കോടതിയുടെ നിരീക്ഷണം എന്താണോ അത് നീതിപീഠമാണല്ലോ തീരുമാനിക്കുന്നത്. അത് പ്രോസിക്യൂഷനുമായിട്ട് ആലോചിച്ചിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയുണ്ട്. 2023 ഓഗസ്റ്റ് 30-നാണ് പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ ആദിശേഖരനെ പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. പുളിങ്കോട് ക്ഷേത്രമതിലിൽ പ്രതി മൂത്രമൊഴിച്ചത് കുട്ടി ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഹീനമായ കൊലയ്ക്ക് കാരണം. സാങ്കേതിക തകരാർ മൂലം കാർ തനിയെ നീങ്ങിയപ്പോൾ ബ്രേക്കിന് പകരം ആക്സലേറ്റർ ചവിട്ടിയെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ SHO ഷിബു കുമാറാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.